ആ പ്രായമായ സ്ത്രീയെ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് മക്കള് 3 2 ആണും 1 പെണ്ണും. മൂത്തയാള് ആദ്യം പോയി. ഇളയയാള് വാമദേവ കുറുപ്പ്. കുറുപ്പിന്റെ പേരിലാ കോളേജ്. നല്ല പ്രായത്തിൽ ദുർമരണം നടന്നു. ഈ തള്ളയുടെ മോളുടെ മക്കളാ കുറുപ്പന്മാർ 5, പിന്നൊരു പെണ്ണും, കുഞ്ഞിലക്ഷ്മി. താൻ കണ്ടു കാണും ആ കുട്ടിയെ? ഒരു നോട്ടം കണ്ടു. അത്രയും മതി. പിന്നെ തറവാടെന്ന് വെച്ച സ്ഥാനികളായ ആൾക്കാരാ. പഴയ നാട്ടുരാജാക്കന്മാരുടെ താവഴിയാണേ. ഇപ്പൊ ഒന്നിനും ഒരു കുറവില്ല. മൂക്കിന്റെ അറ്റത്താ കോപം എല്ലാത്തിനും. അതുകൊണ്ട് തന്നോട് പറയാനുള്ള എന്താ വെച്ചാ എല്ലാം കണ്ടും കേട്ടും നിക്ക. അപ്പുണ്ണേ 2 ചായ ഇടോ. ചായക്ക് പാലില്ലല്ലോ അടിയോടി. തന്റെ കടയിൽ എപ്പോഴുണ്ടോ പാലുണ്ടാവുക? ആരാ കൂടെ പുതിയൊരാള്? നമ്മുടെ കോളേജിൽ പുതിയതായി വന്ന പിയൂണാ. ഇയാളുടെ പേര് ഞാൻ മറന്നു. ശിവശങ്കരൻ. വരിക. ഒരാൾക്ക് കഴിയാൻ ഇത് ധാരാളാ. കിടക്കാൻ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. പിന്നെ ആഹാരത്തിന്റെ കാര്യം. താഴെ പുണ്യാരെ കടയുണ്ടല്ലോ. കോളേജ് ഇവിടെ അടുത്താ? അടുത്ത് തന്നെയാ. ഒരു 10 മിനിറ്റിന്റെ നടത്തം. പിന്നെ തനിക്ക് പ്രാഥമിക കാര്യങ്ങൾ എന്തെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ കുളക്കരയിലേക്ക് പോവാം. അമ്പലക്കുള, നല്ല വെള്ളം. വലിയ ഉപകാരം. ആ പിന്നെ നോക്കിയും കണ്ടു നിന്നാ തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. സ്നേഹിച്ച ഉയിര് കൊടുക്കും, വെറുത്ത കൊടലെടുക്കും. അതാ ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരുടെ ഒരു രീതി. അന്യ നാട്ടുകാരിവിടെ വന്നാല് അധികകാലം നിൽക്കാറില്ല. പെട്ടെന്നങ്ങ് മതിയാവും. എനിക്ക് എല്ലാ നാടും ഒരുപോലെയാ. ഇവിടെ വന്നപ്പോ കുറെ നല്ല ആളുകളുടെ ഒരു നല്ല നാട്ടിൻപുറം പോലെ എനിക്ക് തോന്നിയത്. ആദ്യത്തെ തോന്നലൊക്കെ പിന്നീട് അങ്ങോട്ട് മാറിക്കോളൂ. അപ്പൊ പറ്റ് ഇന്ന് തുടങ്ങണോ അതോ? വേണ്ട, നാളെ പോലെ ആവാം. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചാണോ? ഇവിടെ ഇല്ല. ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണമൊക്കെ ആവാലോ. ഇയാളൊരു സെക്കൻഡ് ഇനി മടക്കരുത്. ഉടൻ സ്ഥലം കാര്യാക്കണം. എന്താ പ്രശ്നം? പ്രശ്നമാണ്. നിങ്ങൾ നിങ്ങളെ മുറിയിലേക്ക് പോകണം. എന്താ PCP കാര്യം? പപ്പൻ വരുന്നുണ്ട്. പപ്പന്റെ കണ്ടീഷൻ കുറച്ച് മോശ. ഇയാളെ കാണാതെ പോവില്ലെന്നാ പറയണേ. പപ്പൻ കള്ളൂർച്ചാലത്തെ സ്ഥിതി നമുക്ക് ഉണ്ടാക്കും, അറിയാലോ. അയാൾ വരട്ടെ, ഞാൻ എന്തിനാ പോകുന്നത്? എടാ, മരണത്തെ പേടില്ലാത്ത മനുഷ്യനുണ്ടോ? പിന്നെ പപ്പന്റെ കയ്യിൽ ഇന്ന് നീളത്തില മലപ്പുറം കത്തിയൊന്ന് അതാ കൊണ്ടായിരുന്നു. പപ്പ തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. സ്ഥിതി ആകെ ബോറാണ്. എന്ത് സംഭവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. പൊന്നുമോനെ, നിനക്ക് ജീവനെ പേടില്ല, കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. വരത്തന്മാരും ഇവിടെ കിടന്ന് വിലസാൻ നോക്കി. എന്റെ കത്തി പിടിക്കരുത്, എന്റെ കത്തി പിടിക്കരുത്. എന്റെ സ്വഭാവം അറിയാമല്ലോ. പീടിയാണെങ്കിൽ എടുത്തോ. അവൻ പീടിയ തന്നെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ട്. ഒന്നുകൂടെ മൂപ്പിക്കട്ടെ. ആണത്തോണ്ട് ഇറങ്ങി വാടാ. എന്റെ കസേര കയറിയിരിക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല. കസേര ഉണ്ടോടാ? ചിലപ്പോ കാണുമായിരിക്കും. അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ. അവൻ ഇവിടുത്തെ റൗഡിയാ. നാളെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് അകത്ത് പോ. വലിയൊരു പഴം ഒന്ന് കേക്ക് മോനെ. ജീവനെങ്കിൽ പുല്ലെങ്കിലും പറഞ്ഞില്ല. അവനെ കിട്ടുതാ. നീ പോയി കൊല്ലണം അവനെ. ജയിലിൽ ഇവൻ പോയിക്കോളൂ. സംഗതി ഏറ്റു. മതിയല്ലോ? മതി. ഇനി 200 അടിക്കാം. PCP പോനെ, വാ വാ. ഇന്നലെ രാത്രി
പപ്പേട്ടൻ കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു. ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. പിന്നൊരു കാര്യം, പപ്പേട്ടൻ വേണ്ട, പപ്പൻ, പത്മനാഭൻ അങ്ങനെ വിളിച്ചാ മതി. ശരി. ആ, എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാമല്ലോ. നിത്യ ചെലവിന് ഇപ്പം മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിന് ഞാൻ എന്താ വേണ്ടത്? സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇടയ്ക്ക് കയറരുത്. എനിക്ക് പകരക്കാരനായി വന്ന ആളെന്ന നിലയ്ക്ക് തൽക്കാലം എന്നെ പോറ്റേണ്ട ചുമതല തനിക്കുണ്ട്. വേണ്ടത് വേണ്ടപ്പോ താൻ എനിക്ക് തരേണ്ടി വരും. മനസ്സിലായോ? വെറുതെ വേണ്ട, കണക്ക് വെച്ചോ. മടക്കി തരാൻ കഴിയുന്ന കാലത്ത് തരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. ഹലോ, പുതിയ സാറാ? അല്ല, ഓ, പ്രിൻസിപ്പൾ ആയിരിക്കല്ലേ? പ്യൂണ. പ്യൂണേ. ശിവശങ്കര, ചാർജ് എടുത്തു അല്ലേ? എന്നാ ഐശ്വര്യമായിട്ട് ആ ബെല്ലം കൊണ്ട് കൊടുത്തോളൂ. അതിൽ നിന്നാവട്ടെ തുടക്കം. കൊടുക്കട്ടെ? ആ. ഇന്ന് ഊണ് കൊണ്ടുവരണ്ട, ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. സോറി. കണ്ണുണ്ടൂടെ തനിക്ക്? ഓടി വന്ന് ഞാൻ കണ്ടില്ല. എവിടെ നോക്കി നടക്കുന്നത്? എന്താ എന്താ ഇത്? അല്ല, ഈ കുടം ഇങ്ങനെ വെള്ളം പൊട്ടി. കുട്ടി ക്ലാസ്സിലേക്ക് നോക്കൂ. മനഃപൂർവ്വം ഇടിച്ചതാണോ? അയ്യോ അല്ല സർ. ആ, ഇനി ഇതുപോലെ ഇടിക്കുന്ന സന്ദർഭം വരുമ്പോ മാറി നടന്നോളണം. അതാ തന്റെ ഇവിടുത്തെ ഫ്യൂച്ചറിന് നല്ലത്, കേട്ടോ? ആ, പിന്നെ തനിക്ക് ഇവിടെ ഇഷ്ടംമാതിരി ഒഴിവ് സമയം കാണും, അത് വേസ്റ്റ് ആക്കരുത്. ആ സമയത്ത് കോളേജിന് ചുറ്റുമുള്ള പറമ്പിലൊക്കെ നടന്ന് വല്ല തേങ്ങയോ മടലോ വലുതോ ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ വാരി കൂട്ടണം. പറഞ്ഞു മനസ്സിലായല്ലോ? മറക്കൂലല്ലോ? ആ. പ്രിയമുള്ള അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. അമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ശമ്പളം കിട്ടി ഞാൻ പണം അയച്ചാൽ ആദ്യം അമ്മ കരുണ മുതലാളിയുടെ കടം തീർക്കണം. ബാക്കി കടങ്ങളൊക്കെ നമുക്ക് സാവധാനം വീട്ടാം. എനിക്കിവിടെ സുഖ. പെരുവണ്ണാപുരം നല്ല സ്ഥലമാ, നല്ല ആളുകൾ. എനിക്കൊരു 25 റുപ്യ വേണം. അത് ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം കിട്ടുമ്പോ കൂടുതൽ മേടിച്ചോളാം. ഇപ്പൊ 25 മതി. വേണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ടുണ്ട്, എഴുതിക്കൊള്ളൂ. എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ മതി. ഷർട്ടിന്റെ പോക്കറ്റിലാണോ, ബ്രീഫ് കേസിലാണോ, അതോ പേഴ്സിലാണോ, അതോ വെള്ളത്തിൽ തുളിച്ചു വെച്ചിരിക്കണോ? അയ്യോ, ഇത് 50 റുപ്യല്ലേ ഉള്ളൂ. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്വപ്പം തിരക്കുണ്ടേ. അയ്യോ, എടാ പപ്പ, എന്താണ് അവിടെ ഒന്ന് കറങ്ങുന്നത്? രാവിലെ പടിയിറങ്ങിയതുണ്ടാവും ഒരു തലക്കറക്കം. കാശിന്റെ കാര്യം എന്താ? ഒക്കെ ശരിയാവുന്നുണ്ട്. കിട്ടിയാ നേരെ വീട്ടിലെത്തിച്ചോളാം. ഇപ്പൊ എന്തുണ്ട്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. കൈ എടുക്കടാ. ഓ, 50 രൂപയോ? ആ, 50 50. ബാക്കി 550. 650 റുപ്യ. അതങ്ങ് വീട്ടിലെത്തിച്ചേക്കണം കേട്ടോ. ഒന്ന് ചിണുങ്ങാവേ.